ഹലോ, എന്തു പറ്റി? എന്റെ തലയ്ക്ക് ചെറുപ്പ് കയറുന്നു. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. തരാലോ. ആ. മതിയോ? മതി. എങ്ങനെയാണോ എത്തിയത്? ഞാനിവിടെ എത്തിപ്പെട്ടത് ഒരു കഥയാണ്. അതൊരു വലിയ കഥ. ഞാൻ ഒരുപാട് പേരെ കഥ കേൾക്കാറുണ്ട്. ഞാനിത് കേൾക്കാം. എന്റെ കഥ തുടങ്ങുന്നത് എന്റെ അച്ഛനിൽ നിന്നാണ്. കാരണം എന്റെ ലോകമേ എന്റെ അച്ഛനാണ്. താങ്കൾക്ക് ആ കഥ കേൾക്കാൻ സമയമുണ്ടോ? തീർച്ചയായും ഞാൻ കേൾക്കാം തന്റെ കഥ. എന്നാ ഞാൻ പറയാം. വരൂ. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? വിഷ്ണു, വിഷ്ണു, എണീക്കാൻ സമയം കുറയായി മോനെ. ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തു. നീ ഇന്നും ജോലിക്ക് പോണമല്ലോ. ഓ, എനിക്ക് ഇറങ്ങാൻ സമയമായി. ഞാൻ ഇറങ്ങുവാ. മക്കളെ ഇറങ്ങിക്കോ. രാവിലത്തേക്കുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. ഉച്ചക്കത്തേക്കുള്ളത് പറ്റിയില്ല. കഴിക്കാം കേട്ടോ. ശരി ശരി. നീ ഇതിനെ കേറിയില്ലേ? ഇല്ലടാ, ഇനിയും സമയമുണ്ടല്ലോ. പതുക്കെ എടാ സമയം എടാ. ഇല്ലടാ, ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ കയറാം. കഷ്ടം തന്നെ നിന്റെ കാര്യം. എനിക്ക് 5 ലൊക്കേഷൻ കിട്ടി. നീ ഇതുവരെ പോയില്ലേ? ആ സമയം. നിന്റെ അവിടെ അന്വേഷിക്കുവോ? ആ സമയം എന്തായാലും ഞാൻ പോയി അലൊക്കേഷൻ തരാം. ഇനിയിപ്പൊ ഇത് കഴിയും. ഇനി അടുത്ത സൂപ്പർവൈസർ ഇനി വന്നിട്ട് അടുത്ത എന്ത് പണി തരാൻ പോവാ. അയ്യോ, നീരിലല്ലേ ഈ കിടക്കുന്നത്? അയ്യോ, നീരിൽ കയ്യിലും കൊള്ളയും ചെയ്ത് വേണ്ടായിരുന്നു. ഡെസ്പാൻ ബ്രഷും വെച്ച് എടുത്താൽ മതിയായിരുന്നു. ഓ, ഇനിയിപ്പൊ ഇതിന്റെ പുറകെ വള്ളി പിടിച്ചോണ്ട് നടക്കണമല്ലോ. ഇനി ഇതാരത്തും പറയൊന്നും വേണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. അവിടെ കിടക്കട്ടെ. ഹലോടാ, എന്റെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞായിരുന്നു. നിന്റെ വർക്ക് കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞല്ലേ? എന്നാ ഞാൻ ഇനിയിപ്പം ക്യാൻറ്റീനിൽ അങ്ങോട്ട് വരും. നീ അങ്ങോട്ട് വന്നു. നമുക്ക് അവിടെ ഇരുന്ന് ഒരുമിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോയി കയറാം. ശരിയാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ശരി. കോഫി എടുത്തോണ്ടോ? നമുക്ക് പുറത്തു തന്നെ കഴിക്കാം. നല്ല വർക്കുണ്ടാകും. നേഴ്സിംഗ് സ്റ്റേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. കയ്യിൽ ഞാൻ നേഴ്സിംഗ് സ്റ്റേഷൻ ലീവിൽ കഴിഞ്ഞു അടയ്ക്കാൻ നോക്കിയതാ. നീ ആരെ ഇൻഫോം ചെയ്തില്ലേ?
പോയി ഇൻഫോം ചെയ്താൽ പിന്നെ അതിന്റെ പേരിൽ വള്ളി പിടിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആർക്കും പറഞ്ഞു. എടാ നിന്റെ ഫ്ലോറിൽ ഇഷ്ടംപോലെ പേഷ്യന്റ് ഉള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ അകത്ത് കുത്തിയതായിരിക്കത്തില്ല, അത് വെറുതെ അങ്ങ് തറയിടുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടുവരും, അതുകൊണ്ട് പിന്നെ അടച്ചങ്ങ് കളഞ്ഞു. എടാ ഭാവിയിൽ നീയാ അനുഭവിക്കുന്നത്. അത് കുഴപ്പമില്ല, നീ ചായ കുടിക്കാൻ ചായ കുടിച്ചു. ശരി സാറേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് എന്റെ ജീവിതം കടന്നു പോയത് വളരെ വേദന നിറഞ്ഞ ദിവസങ്ങളിലൂടെ. എന്താണെന്ന് അറിയില്ലല്ലോ, തല നല്ല വേദന. ഹലോ സാർ, ഞാൻ വിഷ്ണു ആണേ. സാർ, എനിക്കിന്ന് ഡോക്ടറിനെ കാണാൻ പോകണമായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല തലവേദനയും ഛർദിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ വയറിന്റെ സൈഡിൽ ചെറിയൊരു വേദനയുണ്ട്. ഇവിടെ ഫാമിലി മെഡിസിനിൽ കാണിക്കും. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. ശരി, പോയിട്ട് പെട്ടെന്ന് വരാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, വരൂ. എന്ത് സാർ? 2 ദിവസമായിട്ട് നല്ല ക്ഷീണവുമുണ്ട്, വയറിന്റെ ഈ സൈഡിൽ നല്ല വേദനയുണ്ട്. രാവിലെ എന്ത് കഴിച്ചത് വിഷ്ണു? സാർ, ദോശ കഴിച്ചത്. ദോശയാണ് കഴിച്ചത്. വാഷ്റൂമൊക്കെ പോയാടാ? പോയായിരുന്നു. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 2 ദിവസം. 2 ദിവസമായി. ഈ സൈഡിൽ നിന്നാണ് വേദന? ഈ സൈഡിൽ. ഓക്കെ. വിഷ്ണു, ഞാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. താഴെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഇട്ടേക്കാം. താഴെ പോയിട്ട് 3rd ഫ്ലോറിൽ അറിയാലോ ലാബ്, അവിടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ടുമായിട്ട് വരണം. ഞാൻ റൗണ്ട്സ് പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും, പക്ഷെ എന്നെ കണ്ടിട്ട് പോവാവും. ശരി. ഹലോടാ രജനെ. ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നായിരുന്നു. അപ്പോ ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കിപ്പോ ഒട്ടും നിൽക്കാൻ മതി. ഞാൻ സൂപ്പർവൈസറോട് പറഞ്ഞായിരുന്നു, അപ്പൊ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നാളെ എന്തായാലും ഞാൻ റിസൾട്ട് വാങ്ങാൻ വരുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാന്ന് പറഞ്ഞു. റിസൾട്ട് കിട്ടാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി. എന്തായാലും ഞാൻ നാളെ വരും, അപ്പൊ കാണാം. ശരി. ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഇത്ര സന്ധ്യയായില്ലേ, നാളെ രാവിലെ നേരത്തെ വരാം. മോൻ ജോലി ചെയ്യുന്നു. എന്റെ മോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മര്യാദയുള്ള ചെക്കൻ വേറെ ഇല്ല. മദ്യം എന്ന് പറയുന്ന സാധനം ഇവരെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഭയങ്കര മര്യാദ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും. ചേട്ടനൊരു കാര്യം അറിയാവോ? ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്റെ അച്ഛൻ. ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇതുവരെ ഒരു കവളം പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് ഞാൻ എന്റെ അച്ഛനടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ചെറിയൊരു വിഷമം. നീ കുടിക്കടാ, അതൊന്നും പ്രശ്നമേ അല്ലടാ. വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോണ കാണണം, നല്ല രീതിയിൽ ഓടിക്കണ്ട, അതിന്റെ സ്പീഡിലൊന്നും പോകണ്ട. ഇപ്പോഴത്തെ പിള്ളേര് കാണിക്കുമല്ലോ ഓരോ കോപ്രായങ്ങൾ, അതുപോലെ ഒന്നും നല്ല മര്യാദ. കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരും. പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കുന്നത്, അമ്മില്ലാതെ വളർന്ന അവസ്ഥല്ലേ. എന്താ നേരത്തെ ആണല്ലോ? എനിക്കൊട്ടും വയ്യ, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഡോക്ടറിനെ കാണിച്ചായിരുന്നു, എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. ഞാത്തേക്കോ? ഈ വയറിന്റെ സൈഡിൽ നല്ല വേദനയുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കിടക്കട്ടെ. ശരി, മക്കളെ കിടന്നു. ശരി. കഴിക്കാനാവുമ്പോൾ വിളിക്കാം കേട്ടോ. ശരി. എത്ര നേരെ കിടക്കാം? എനിക്ക് ലീവ് വരാനുണ്ട് മോനെ. നീ എന്താ എണീക്കത്തെ? ഭക്ഷണം കഴിക്കണ്ടേ?
ഇതെന്ത് പറ്റി? അച്ഛാ ഇത് മൂക്കിന്റെ ചോരായിരുന്നു ആണേ. എന്തോ അയ്യോ എന്ത് ചെയ്യും? ഞാനൊരു വണ്ടി വിളിച്ചിട്ട് വരാം. മെഡിസിൻ വിട്ടായിരുന്നു? ഓ വിട്ടായിരുന്നു സാർ. BP നോർമൽ ആണോ? ഓ നോർമലാണ്. ഒരു റിപ്പോർട്ടും കൂടി വരാനുണ്ടല്ലേ? ഓ വരാനുണ്ട് സാർ. ഒട്ടും കുഴപ്പമില്ല, സ്റ്റേബിൾ ആയി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ഓ വിളിക്കാം ഞാൻ ആ സാർ. കേബിൽ ഉണ്ടാവും. ഓ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല വേറെ ശരി. കുഴപ്പമൊന്നുമില്ല. ഇരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മോന്റെ രോഗനിർണയം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ലാസ്റ്റ് മൂർധന്യ അവസ്ഥയിലാണ് അറിഞ്ഞത് അപ്പത്തേക്ക് B ആണെന്ന്. അങ്ങനെയാണ് ഇപ്പം ICU ഉള്ളത് സിറ്റുവേഷൻ. നമുക്ക് ഇനി അതിന് കൂടുതൽ ചെയ്യാനൊന്നുമില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്ക് മാത്രം എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വേറെ വഴിയില്ല. അവരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. വേറെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമ്മൾ ഇമോഷണൽ ആവാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. നമുക്ക് ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. മാക്സിമം എന്റെ എഫേർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, സ്റ്റേബിളായി വരുന്നുണ്ട്. വല്ലതും ഉണ്ടെങ്കിൽ പറയാം. അച്ഛൻ എവിടെ ഇരിക്കും? വേറെ പ്രശ്നമൊന്നുമില്ല, അച്ഛൻ ഇവിടെ ഇരിക്കും. വിഷ്ണു ഹലോ ഡോക്ടർ, വിഷ്ണു എന്ന പേഷ്യന്റ് സീരിയസ് ആണ്, സിക്കായി, പെട്ടെന്ന് വരണം സാർ. എന്തായി? സാർ പൾസൊന്നുമില്ല സാർ. ഓക്കെ ഓക്കെ സാർ. ഡെത്ത് കൺഫേം ആണ്. അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് താഴെ മോർച്ചറിലോട്ട് ഇറക്ക്. ബൈസ്റ്റാൻഡ് ഇവരെ അറിയിക്ക്. പിന്നെ ഒരു ECG കൂടി എടുത്ത് വെച്ചേരാ കേട്ടാ. ഞാൻ റൂമിൽ കാണും. റൂമില്ലല്ലോ, ഡിലേ ഒന്നും വരുത്തണ്ട കേട്ടാ. ഞാൻ പറയുന്ന കാര്യം അത് ഉൾക്കൊള്ളണം. അതിനുള്ള മനക്കരുത്ത് ഉണ്ടാവണം. വിഷ്ണുവിനെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയതിൽ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാനും ഹോസ്പിറ്റലും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിഷ്ണുവിന് ഇനി മുതൽ വിഷ്ണു ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വേറെ കാര്യമൊന്നുമില്ല. സോറി. എനിക്കെന്താ പോലും കാണാൻ പറ്റും. അച്ഛനോ? അല്ലെ വിഷ്ണു സമയമായി. എല്ലാവരും വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ? നമ്മുടെ വീട്ടിലും സമാധാനപ്പെടും. ഓടിയെടുക്കേ? അതൊന്നും പറ്റൂല. ഓടിയാ ഞാൻ ഓടിയാവണേ. എന്റെ മോനാ അത്. അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ അവനെ കാട്ടെ. സ്നോ എന്നെ കൊണ്ടുപോകണം. പോവോ? അവനെ കൊണ്ടുപോകാം.
സംഭവിക്കൂല. എന്താ ചെയ്യാ? എനിക്ക് ആ ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ ഈ നിസ്സാരമായി കണ്ട നീലാണ് തന്റെ ജീവിതം മൊത്തം മാറ്റിമറിച്ചത്. അതെ, തന്റെ ജീവിതവും തന്റെ അച്ഛനെയും വിട്ടു പോകാനും കാരണമായതും ഈ നീരിലാണ്. ഇല്ല, എനിക്ക് എന്റെ അച്ഛനെയും ഈ ലോകത്തിനെയും വിട്ടു പോകാൻ പറ്റത്തില്ല. ഇല്ല പക്ഷേ ഇനിയൊരു മടക്കയാത്ര തനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ഇല്ല, എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. പക്ഷേ ആ ഒരു മടക്കയാത്ര ഇനി ഒരിക്കലും അനിവാര്യമല്ല. എനിക്കിനി അടുത്ത കഥകൾ കേൾക്കാൻ സമയമായി. ഞാൻ പോവുകയാണ്. എന്താ ഇത് പറ്റി? അത് എന്താ മോനെ? അത് പിന്നെ ഒരു സ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം? അത് എന്താ അത് ഒന്നും പറയണ്ട കേട്ടോ. നീ കണ്ട സ്വപ്നം എന്റെ മോന്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. പേടിക്കണ്ട, കിടന്നു പറയും കേട്ടോ. അച്ഛൻ പുറത്തുണ്ടാവും.